ഒരു എണ്ണം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. 300 രൂപ മുതൽ 15,000 25,000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളിവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾ ഇൻ വൺ രീതിയിലുള്ള കൺസെപ്റ്റിലുള്ള കമ്പനിയാണ് നമ്മളത്. അതിന് കേബിളിംഗ് വേണ്ട, പൈപ്പിംഗ് വേണ്ട, പിന്നെ ബാക്കിയുള്ള മെയിൻ്റെനൻസ് വേണ്ട, സ്വിച്ചിന്റെ ആവശ്യമില്ല. തന്നെ തെളിയും, തന്നെ കെടുകയും ചെയ്യും. അതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ കസ്റ്റമൈസ് ഉണ്ടാക്കിയ ലൈറ്റാണ്. സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോളാറിലുള്ള പോൾ ലൈറ്റ് എന്ന് പറയും. പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അസംബ്ലിങ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. 1,600 രൂപയ്ക്ക് നമുക്ക് 1,600 രൂപയ്ക്ക് വാട്ടർ പ്രൂഫ് ആണ്. IP66 ആണ്. അതായത് ഇത് 300 വാട്ട്സിന്റെ ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് ബൈ 2 get 1 ഒരു ഓഫറിലുണ്ട്. ഒന്നും അറിയാതെ 3 കിട്ടും. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതും അതേപോലെ നമ്മളിവിടെ അസംബിൾ ചെയ്യുന്ന ലൈറ്റുകൾക്ക് 2 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട്. നമുക്കൊരു 200-250 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഈ ഒരു ലൈറ്റ് കവർ ചെയ്യും. ഇത് ഇവന്റുകാർക്ക് പറ്റുന്ന ഒരു ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റ് എന്ന് പറയും. വീടുകളിലേക്ക് മാത്രമല്ല, ഇവന്റിനാണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും സ്റ്റേഡിയങ്ങൾക്കാണെങ്കിലും. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതും ഡിഗ്രി കോഴ്സുകളാണ്. ഡിഗ്രി കോഴ്സാണ്. കറണ്ട് ബില്ല് കൂടും എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂടാതെ ഇരിക്കണം എന്ത് ചെയ്യണം? സോളാറിലേക്ക് മാറണം. എന്നാൽ പൂർണ്ണമായിട്ട് സോളാറിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവല്ലേ? എക്സ്റ്റീരിയറിലുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ സോളാറിലേക്ക് അങ്ങ് മാറ്റിയാലോ? സോളാറിൽ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് നോളജ് സിറ്റിയിലുള്ള HTI എന്നുള്ള സ്ഥാപനത്തിനാണ്. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഒരു ഫാക്ടറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. ടാറ്റയുടെ ഡയറക്റ്റ് കോഴ്സുകൾ പോലും ഇവിടെ ഉണ്ട് അല്ലേ സാർ? നമസ്കാരം. ഇവിടെ ഈ ഒരു കോഴ്സ് നടത്തുന്നതിനപ്പുറം ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉള്ളത് പലർക്കും അറിയില്ല അല്ലെ? അതും നമ്മുടെ കോഴിക്കോട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കൈതപ്പൊയിൽ നോളജ് സിറ്റി എന്നാണ് നമ്മൾ പറയാം. ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അസംബ്ലിംഗ് നടക്കുന്നുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വ്യൂവേഴ്സിന് അത് ചെറിയ വിലക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഫാക്ടറി കയറിയാലോ? നമുക്ക് ഈ സോളാർ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ സോളാർ ഇല്ലാതെ നടക്കൂല. വീടുകളിൽ ഇന്റീരിയറിൽ എന്തായാലും ലൈറ്റുകളുടെ എക്സ്റ്റീരിയറിലും ഉണ്ട്. അപ്പൊ എക്സ്റ്റീരിയറിൽ നമുക്ക് ഈ സോളാർ ഉപയോഗിച്ച് എങ്ങനെ ലാഭകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ ഒരുപാട് അല്ലേ? നമുക്ക് വെച്ചാൽ ഈ കറണ്ട് ലൈറ്റുകൾ പ്രത്യേകിച്ചാൽ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ, നമുക്ക് മെയിനായിട്ട് അതിന്റെ വയറിംഗ് വേണം. പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ ആണെങ്കിൽ വയറിംഗ് ചെയ്യണം, അതിന്റെ പൈപ്പിംഗ് ഉണ്ടാവും, പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫിംഗ് ആയിരിക്കണം. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. മഴക്കാലത്തൊക്കെ എന്താണ് വെള്ളം കയറി പൈപ്പിലൊക്കെ അതുപോലെ വയർ നശിച്ചു പോകുന്നു. അപ്പോൾ ഈ സോളാറിന്റെ കേസിലാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ വേണ്ടത് ആ ഒരു പോള്, പിന്നെ ലൈറ്റിംഗ് മോഡി, ലൈറ്റ് അത്ര മതി അല്ലേ? ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ മിക്ക വീടുകളിൽ ഇതുപോലെ പുറത്ത് ഒരു ലൈറ്റ് വെക്കുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. വീട് മൊത്തമായിട്ട് എക്സ്റ്റീരിയർ കവർ ആവും അല്ലെ? അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരെണ്ണം വെച്ചാൽ തന്നെ എത്ര ഏരിയ കവർ? നമുക്കൊരു 200-250 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഈ ഒരു ലൈറ്റ് കവർ ചെയ്യും. ഇതിനാകെ ഒരു പാനൽ ഇതിന്റെ ബാക്കിൽ തന്നെ ഫുള്ളി ഇന്റഗ്രേറ്റഡ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് എന്നാണ് പറയാം. ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളിവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾ ഇൻ വൺ രീതിയിലുള്ള കൺസെപ്റ്റിലുള്ള കമ്പനിയാണ് നമ്മളത്. ഈ ഒരു എണ്ണം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പലപ്പോഴും വീടുകളിൽ ഫെൻസുകളിലൊക്കെ ഉണ്ടാവുന്ന ഡിസൈനിൽ നമ്മൾ ഫെൻസിലേക്ക് മുറ്റത്തിലൂടെ ഒരു കേബിളൊക്കെ കൊണ്ടുപോയി അത് പിന്നീട് കട്ടായി വർക്ക് ചെയ്യാത്തൊരവസ്ഥ കാണാറുണ്ട്. വെള്ളം കയറിയിട്ടും ഈ ഉറുമ്പുകളൊക്കെ അരിച്ചു കളഞ്ഞിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറിങ്ങിന് ബുദ്ധിമുട്ട്. പക്ഷേ സോളാർ ലൈറ്റിന്റെ കേസിൽ ഒരു പ്രശ്നമില്ല. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലഡ് ലൈറ്റ് ആണ്. ഇതുപോലെ നമ്മുടെ ഏറ്റവും പുതിയൊരു ഡിസൈനിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആണ്. സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് 100 വാട്ട്സിന്റെ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് കറണ്ടിലുള്ളതുണ്ട്, സോളാറിലുണ്ട്. ഇത് ഇവന്റുകാർക്ക് പറ്റുന്ന ലൈറ്റ് ആണ്. സ്പോട്ട് ലൈറ്റ് എന്ന് പറയും. ഇവന്റുകാർക്കുള്ള അതും സപ്ലൈ. അപ്പൊ വീടുകളിലേക്ക് മാത്രമല്ല, ഇവന്റിനാണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും സ്റ്റേഡിയങ്ങൾക്കാണെങ്കിലും ഇൻഡസ്ട്രിയൽ ലെവലിൽ വരെയുള്ള എല്ലാ ലൈറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വലിയൊരു ഐറ്റം ഇവിടെ ഉണ്ടല്ലോ, ഇത് ലൈറ്റ് ആണോ? ഇതൊരു സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളിവിടെ അസംബിൾ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ലൈറ്റ് ആണ്. ഇതിന്റെ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 2 LED പോർഷനേ ഉള്ളൂ. അത് ധാരാളം മതി, അതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. അതെ, പക്ഷെ ഇതാ ഇത്രയും സോളാർ ഏരിയ ഇതിനകത്ത് വന്നിട്ട്. അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ വരുമ്പോ ഈ പാനലുകളൊക്കെ നിങ്ങൾ ചൈനയെന്നോ മറ്റോ കൊണ്ടുവന്ന് ആവുന്നതാണോ? ഈ പാനലുകളല്ല, നമ്മളിവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളവിടെ അസംബിൾ ചെയ്യുന്ന ലൈറ്റുകളുടെ പാനലുകളെല്ലാം 100% മെയ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസ്, ഇതിന്റെ ഡൈ അടക്കം, ഇതിന്റെ LED PC അടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത് ഇത് അസംബിൾ ചെയ്യുന്നതാണ്. ഇത് മാനുഫാക്ചർ ഇതിനകത്തല്ല ഈവൻ ഒരു സ്ക്രൂ പോലും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു വീടിന്റെ മുറ്റം കവർ ചെയ്യാൻ ഈ ഒരു ഐറ്റം കൊടുത്താൽ ഇത് ധാരാളമാണ്. ഇത് ഏകദേശം ഒരു 300-400 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഇത് കവർ ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇപ്പോൾ വീടുകളിലേക്കാണെങ്കിലും ഫാക്ടറികളിലേക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ്, 35 വാട്ട്സിന്റെ സ്ട്രീറ്റ് ലൈറ്റ്. ഇത് വേറൊരു അസംബ്ലിംഗ് നടക്കുന്നതാണ്, 100 വാട്ട്സിന്റെ സ്ട്രീറ്റ് ലൈറ്റ്. ഇതൊക്കെ കറണ്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിലും സോളാറിലും വർക്ക് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ലൈറ്റുകളും ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോണിക്സ് ഒരു സെക്ഷൻ ആണല്ലോ ഇത് വരുന്നത്. അതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കി ടോക്കിയുടെ നമുക്ക് നമ്മുടെ ഒരു
അതർ ഡിപ്പാർട്ട്മെന്റ് ആണ് വാക്കി ടോക്കി ഡിപ്പാർട്ട്മെന്റ്, ടോക്കി ഫോൺ എന്ന് പറയും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകാർ എന്താണ് നമുക്ക് സെയിൽ, സഞ്ചാർ അതുപോലെ മോട്ടറോള ഈ ബ്രാൻഡുകളുടെ ഒക്കെ സെയിൽസ് അതുപോലെ സർവീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ മിക്ക സ്ഥാപനങ്ങളിലും കാണുന്നുണ്ട് അവരുടെ ഫ്ലോറുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ. ഇപ്പൊ സോളാറിൽ നമ്മള് ഇവിടെ ഇതുപോലുള്ള ലൈറ്റുകൾ കാണുമ്പോൾ ഇതിനകത്ത് റൗണ്ട് ലൈറ്റുകൾ ഞാൻ ശ്രദ്ധപ്പെട്ടു. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഫിഷ് അട്രാക്ടിംഗ് ലൈറ്റ് എന്നാണ് പറയാ. ഇത് ഈ പറഞ്ഞ മീൻപിടുത്തക്കാർ വെള്ളത്തിലുള്ളവരാണ് യൂസ് ചെയ്യുക കൂടുതലായിട്ട്. അതുപോലെ റൗണ്ടിൽ വേറെ ലൈറ്റുകളുണ്ട് നമുക്ക്, അതായത് ഹൈവേ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഒരു 50 വാട്ട്സ് മുതൽ 200, 250, 300 വാട്ട്സ് വരെയുള്ള ഹൈവേ ലൈറ്റുകളും ലൈറ്റുകളുണ്ട്. ഇതെന്താണ്? ഇത് ഹൈവേ ലൈറ്റ് എന്ന് പറയും. വെയർ ഹൗസുകളൊക്കെ ഇത് 200 വാട്ട്സിന്റെ ആണ്. 200 വാട്ട്സ്. സോളാറിൽ അത്രയും വാട്ട്സ് ഒക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും അല്ലേ? സോളാർ ഇത് ആക്ച്വലി കറണ്ടിലാണ്. സോളാറിലുള്ള ലൈറ്റുകൾ വേറെ ഉണ്ട്. സോളാറിൽ 400 വാട്ട്സ് വരെയുള്ള ലൈറ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ലൈറ്റ് എന്താ ഐറ്റം? ഇത് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഫാൻസി ടൈപ്പ് ലൈറ്റ് ആണ്. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അങ്ങനെ കസ്റ്റമൈസ് ഉണ്ടാക്കിയ ലൈറ്റ് ആണ്. സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോളാറിലുള്ള പോൾ ലൈറ്റ് എന്ന് പറയും. അത് സോളാർ പോൾ ലൈറ്റ് ആണ്. നോർമലി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന പോൾ ലൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കറണ്ട് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു പോൾ ലൈറ്റ് ആണ്. ഓക്കെ, ഇത് കറണ്ടിലും ഈസി ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യും. പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ചില ആൾക്കാർക്ക് അങ്ങോട്ട് ലൈൻ വലിക്കാനൊക്കെ പാടുണ്ടാവും, അല്ലെങ്കിൽ കേബിൾ വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സോളാറിലും പോൾ ലൈറ്റ് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അസംബ്ലിങ് ചെയ്യുന്നുണ്ട്, ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ലൈറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ ട്രേഡിങ് ചെയ്യുന്നത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണുള്ളത്. അപ്പോൾ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൽ, അത്യാവശ്യം ഒരു ചെറിയ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റുകൾ കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഇലക്ട്രിസിറ്റി നമ്മൾ ബൾബുകൾ വാങ്ങണം, അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭകരമാണോ എന്ന്? നമ്മൾ സോളാറിന്റെ കേസിൽ നമുക്ക് ലോങ് ടൈം ആയിട്ട് കണ്ടേ ഒരു 9 വാട്ട്സിന്റെ ബൾബ് നമ്മൾ പുറത്ത് ഒരു ഗേറ്റ് ലൈറ്റ്, ഒരു എക്സാമ്പിൾ പറയാം, ഗേറ്റ് ലൈറ്റ് വെച്ച് കത്തിക്കുവാണെങ്കിൽ അത് ഒരു 1 ഇയറിലേക്കുള്ള ഓപ്പറേഷൻ കോസ്റ്റ് നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് ലാഭമായിട്ട് കിട്ടും. അതായത് സോളാർ ലൈറ്റ് വെക്കുവാണെങ്കിൽ ലാഭമായിട്ട് കിട്ടും. കാരണം അതിന് കേബിളിംഗ് വേണ്ട, പൈപ്പിംഗ് വേണ്ട, പിന്നെ ബാക്കിയുള്ള മെയിൻ്റനൻസ് വേണ്ട. കാരണം ഇത് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴയും വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റിൻ്റെ ലൈഫിനെ ബാധിക്കും. അതുപോലെ തന്നെ കേബിളിങ്ങിൻ്റെ ഒക്കെ കോസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു കോസ്റ്റ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. അടുത്തൊരു 2 വർഷത്തേക്ക് സുഖസുന്ദരമായിട്ട് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല സ്വിച്ചിൻ്റെ ആവശ്യമില്ല, തന്നെ തെളിയും, തന്നെ കെടുകയും അതാണ് മറ്റൊരു പ്രത്യേകത. അതെ, ഓക്കെ. അത് സെൻസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആള് വരുമ്പോൾ അത് ബ്രൈറ്റ് കൂടുന്ന രീതിയിലൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചതാണ്, ഇവിടെ ബൾബുകളൊക്കെ ഇങ്ങനെ ഇത് നമ്മൾ പറയുന്നത് കോക്പിറ്റ് എന്നാണ് പറയുന്നത്. ബൾബിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ വെച്ചാൽ വളരെ ചെറിയ രീതിയിലുള്ള ബൾബ് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അത് ഒരാൾക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് മാക്സിമം, എക്സ്പെർട്ട് ആണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു ബൾബ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബൾബ് ഉണ്ടാക്കിയെടുക്കാം. ബ്രാൻഡുകളിൽ നിങ്ങളെ ബ്രാൻഡിൽ വേണമെങ്കിൽ അടിച്ചു തരും. നമ്മുടെ ബ്രാൻഡിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിൽ ബൾബ് വേണമെങ്കിൽ നമുക്ക് അതും ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അത് ചെയ്തു തരാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. പ്രൈമ എന്നുള്ള ബ്രാൻഡിലാണ് ഇവരുടെ ബൾബ് പ്രോഡക്റ്റുകളെല്ലാം പോകുന്നത് അല്ലേ? ഇവിടെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ലൈറ്റുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പാർക്കിൽ കൊടുക്കുന്ന ലൈറ്റ് ഉണ്ട് അല്ലേ? അതുപോലെ എക്സ്റ്റീരിയറിൽ വലിയ ലൈറ്റുകൾ ഉണ്ട്, ചെറിയ ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരാൾ വന്നാൽ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. ഇതാണ് നമ്മുടെ ഒരു മിനിയേച്ചർ ഡിസ്പ്ലേ ആണ്. ഇത് നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു പകുതിയേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് മാത്രമാണ് സ്പേസിന്റെ ഒരു ഇതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ഇങ്ങനെ ലൈറ്റുകൾ കാണിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പ്രൈസ് ഇതിന് ഇത്രയാണോ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ച്? എങ്ങനെയാണ്? നമ്മുടെ ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് ഒരു 300 രൂപ മുതൽ 15,000, 25,000 രൂപ വരെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ക്വാണ്ടിറ്റിയാണ്. ഒരു പീസ് എടുക്കുന്ന റേറ്റ് അല്ല 10 എടുക്കുന്നത്, 10 അല്ല 1000. അപ്പം ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇനി റേറ്റിൽ വേരിയേഷൻസ് വരും. അപ്പോൾ ഷോപ്പുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഓൾറെഡി കേരളത്തിൽ പല സ്ഥലത്ത് അല്ലെങ്കിൽ പല ജില്ലകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഡീലേഴ്സ് ഉണ്ട്. ഇനിയിപ്പം ബൾക്കിൽ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ വാറണ്ടി വില ഇതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ പ്രൊഡക്ഷൻ ആണെന്ന് പറയുമ്പോൾ വാറണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലൈറ്റുകൾക്ക് നമ്മൾ 1 ഇയർ ആണ് വാറണ്ടി കൊടുക്കുക. അതേസമയം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതും അതേപോലെ നമ്മളിവിടെ അസംബിൾ ചെയ്യുന്ന ലൈറ്റുകൾക്ക് 2 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ലൈഫ് ടൈം സർവീസ് ഉണ്ട്. അതായത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ എത്ര കാലം യൂസ് ചെയ്യുന്നോ അത്രയും നാളും അതിന്റെ സർവീസിന് ബാധ്യസ്ഥരാണ് നമ്മൾ. ഓക്കെ, അത്ര ഉത്തരവാദിത്തം വേണമല്ലോ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കേണ്ടത്? നമ്മളൊരു ഓഫർ ഇപ്പൊ കണ്ടിട്ടുണ്ട്. അതായത് ഇത് 300 വാട്ട്സിന്റെ ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് buy 2 get 1 ഒരു ഓഫറിലുണ്ട്. ഇതിന് ശരിക്കും അതെ, ഒന്നും അറിയാതെ 3 കിട്ടും. ഇത് 10,000 രൂപയ്ക്ക്. ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5,000, 5,500 റേഞ്ച് വരാം. അപ്പൊ ഇത് കൂട്ട് 2 എടുക്കുമ്പോൾ 1 ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 3 ലൈറ്റ് ടോട്ടൽ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. buy 2 get 1. നിങ്ങളുടെ വലിയ മുറ്റാണെങ്കിൽ എല്ലാം ഇത് കവർ ചെയ്യും. മാത്രം പോരാ, വേറെ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണമല്ലോ. നമുക്ക് ഒരു ഇത്
ഒരു പ്രീമിയം ഫ്ലഡ് ലൈറ്റ് ആണ്. 2 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. 2 വർഷത്തെ റീപ്ലേസ്മെന്റ്, അതായത് കസ്റ്റമർക്ക് 2 വർഷത്തേക്ക് ഒരു അസറ്റാണ്. ഈ ഒരു 2 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ഇതിന്റെ RGB മൾട്ടി കളർ ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. അതിന് നമുക്കൊരു 1600 രൂപയ്ക്ക് നമുക്ക് 1600 രൂപ വാട്ടർ പ്രൂഫ് ആണ്. IP66 ആണ്. പുറത്ത് വെക്കാം. അതെ, ധൈര്യമായിട്ട് പുറത്ത് വെക്കാം. 100 വാട്ടിന്റെ RGB മൾട്ടി കളർ ഫ്ലഡ് ലൈറ്റ് നമുക്ക് 1600 നമുക്ക് 1600 കൊടുക്കാൻ പറ്റും. ഇത്രയും നല്ല ഓഫർ ഇനി കിട്ടുമോ? ഇവിടെ വന്നപ്പോഴാണ് ഫാക്ടറിക്കും അപ്പുറം ഇവിടെ നിങ്ങൾ സോളാറിന്റെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതും ഡിഗ്രി കോഴ്സുകളാണ്. ഡിഗ്രി കോഴ്സാണ്. നമ്മളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഡിഗ്രി കോഴ്സ് പാർട്ട്ണർ. അതായത് കേരളത്തിൽ ഈ 2 കോഴ്സ്, അതായത് ബാച്ചുലർ ഇൻ റിന്യൂവബിൾ എനർജി ടെക്നോളജി, അതുപോലെ ബാച്ചുലർ ഇൻ ഇലക്ട്രോണിക് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സർവീസസ് എന്ന് പറഞ്ഞ 2 ടെക്നോളജി അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാംസിന്റെ ഒരേ ഒരു വെണ്ടർ നമ്മളാണ്. ഇതിപ്പോ കോഴിക്കോടാണ്, നമ്മള് നോളജ് സിറ്റിയിലാണ്. പെട്ടെന്ന് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വണ്ടി സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഓക്കെ, മുമ്പ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഒരുപാട് ഉണ്ട്, ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇത് ഡിപ്ലോമ അല്ല, ഡിഗ്രി തന്നെ കൊടുക്കും. അതെ, അതായത് ഇവർ ഈ ഒരു കോഴ്സിന് പ്രത്യേകിച്ചാൽ 1 ഇയർ 2 ഇയർ 3 ഇയർ അങ്ങനെ ഈ ഓരോ വർഷത്തിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. 1 ഇയർ മാത്രം പഠിക്കുകയാണെങ്കിൽ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ടാറ്റയുടെ തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം പഠിക്കുകയാണെങ്കിൽ ഡിപ്ലോമ കിട്ടും. 3 വർഷം പഠിക്കുകയാണെങ്കിൽ ഡിഗ്രി, ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ ഇതിന് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്ലേസ്മെന്റ് അഷുറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു ഫീൽഡിൽ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് ഇപ്പം റണ്ണിങ് ആണ്. പാസ്ഔട്ട് ആയിട്ടില്ല. അതിനുശേഷം ഓൾറെഡി നമുക്ക് റിക്വയർമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഓൾറെഡി നമ്മളൊരു സോളാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സോളാർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് നമുക്ക് തന്നെ ഓൾറെഡി റിക്വയർമെന്റ് പ്ലസ് നമ്മുടെ അല്ലാത്ത വെൻഡേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഇവിടെ കോഴ്സുകൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് 2ാമത്തെ ബാച്ചാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക്സും അതുപോലെ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സർവീസ് എന്നുള്ള കോഴ്സാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വ്യത്യസ്ത കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. അനദർ വൺ റിന്യൂവബിൾ എനർജി. അതാണ് സോളാറായിട്ട് കൂടുതൽ ടച്ച് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ 2ാമത്തെ വർഷം ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു, 2ാമത്തെ സെമ്മിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ആണ്. പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുമായിരിക്കും അല്ലേ 2ാമത്തെ സെക്ഷനിൽ? അതെ, ലബോറട്ടറി കാര്യമായിട്ട് കുറച്ചുകൂടി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് ഇവിടെ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ അജ്മൽ സാറാണ്. എന്താണ് ഇവിടെ ഒരു കരിയർ ഗൈഡൻസ് സെറ്റപ്പിന്റെ ആവശ്യം ഇപ്പോൾ? ആക്ച്വലി ഞാൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കരിയർ ഗൈഡൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ നാളെ ഇന്റേൺഷിപ്പിന് പോവാണ്. ഒരു ഇന്റേൺഷിപ്പ് ഓറിയന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വന്നിട്ടുള്ളത്. അറിയാലോ, ഇതൊരു സ്കിൽ ഡിഗ്രിയാണ്. ഒരു നോർമൽ കൺവെൻഷണൽ ഡിഗ്രീൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് സ്കിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവർക്ക് അത്തരത്തിൽ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത്. സോ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ ഒരു ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ 2ാമതായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. മുന്നേ ഇത്തരത്തിൽ മറ്റൊരു സെഷൻ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നോർമലി ഉള്ള ഡിഗ്രികളിലൊന്നും ആ ഡിഗ്രി കാലയളവിൽ ഇവർക്ക് ഇത്തരത്തിൽ ഇന്റേൺഷിപ്പോ എക്സ്പോഷറോ ഒന്നും കിട്ടാറില്ല. സോ ഹിയർ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. കുട്ടികൾക്ക് അത്തരത്തിൽ ഒരു എക്സ്പോഷർ കിട്ടുന്നതോട് കൂടിയിട്ട് അവരുടെ പോർട്ട്ഫോളിയോ ശരിക്കും ഭയങ്കര റിച്ച് ആയിട്ട് മാറുകയാണ്. 3 മന്ത് ഒരു റീജിയണൽ കമ്പനിയിൽ പോകണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ മറ്റ് ഔട്ട്സൈഡ് കമ്പനീസിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് അത്രയധികം സ്ട്രെസ് ചെയ്യുന്നതും. ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കിൽ ഡിഗ്രികളാണ്. കാരണം എല്ലാ മേഖലയും കവർ ചെയ്യും. ഇതുപോലുള്ള മേഖലയൊക്കെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ റിന്യൂവബിൾ ടെക്നോളജി ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വലിയൊരു ബൂം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കരിയറുകൾ ഇവോൾവ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു പയനീസ് ആയിട്ട് ഈ കുട്ടികൾക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നല്ല കുട്ടികളുമാണ് അവരൊക്കെ. തീർച്ചയായിട്ടും ഇവിടുന്ന് പഠിച്ച തിയറികൾ അക്കാഡമിക്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഠിച്ച തിയറികൾ ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയൊരു എക്സ്പോഷറാണ് ശരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.